ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇടിയും മഴയും കാറ്റും ഒന്നുമില്ല കേട്ടോ. എന്നാലും ഇന്ന് നല്ലൊരു അന്തരീക്ഷമായിരുന്നു കേട്ടോ. എല്ലായിടത്തും അങ്ങനെയൊക്കെ ആയിരുന്നു. എല്ലായിടത്തും മഴയൊക്കെ, ചിലയിടത്തൊക്കെ നല്ല ഇന്നലെ രാത്രിയിലൊക്കെ ഇവിടെ നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കാത്തത് കൊണ്ടാണോ എന്നറിയില്ല, എല്ലാവരും യൂട്യൂബ് ചാനൽ ചെയ്യുന്ന എല്ലാവരും ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഇങ്ങനെയൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. പക്ഷെ ഞാൻ മറന്നു പോകും കേട്ടോ. എനിക്ക് നിങ്ങളെ അങ്ങ് ഭയങ്കര വിശ്വാസമാണ്. നിങ്ങളെല്ലാവരും കാണുന്നവരെന്നെ സബ്സ്ക്രൈബ് ചെയ്യുമായിരിക്കും എന്ന് ഞാനങ്ങ് വിശ്വസിക്കും കേട്ടോ. നമ്മുടെ തൈരിൻ്റെ വീഡിയോ ഒക്കെ ആണെങ്കിൽ 5.5 ലക്ഷത്തോളം അടുത്ത് വ്യൂവേഴ്സ് ആയിട്ടുണ്ട്. പക്ഷേ നമുക്ക് സബ്സ്ക്രൈബ് എത്ര കുറവാണ്. നമുക്ക് 61 സംതിങ്ങേ ഉള്ളൂ നമുക്ക്. അപ്പം എല്ലാവർക്കും ഒന്ന് ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ ഒട്ടും ചെയ്യത്തില്ലായിരിക്കും അല്ലേ? അത് അങ്ങനെ എൻ്റെ മനസ്സിൽ തോന്നുന്നത്. ഇങ്ങനെ പറയുന്ന അനുസരിച്ച് നിങ്ങളെല്ലാവരും ചെയ്യുകയില്ലായിരിക്കും എന്നാണ് എൻ്റെ മനസ്സിൽ തോന്നുന്നത്. പക്ഷേ കുറേ നല്ല ആൾക്കാർ നമുക്ക് എല്ലാവരും സബ്സ്ക്രൈബ് ആയിക്കോട്ടെ എന്ന് കരുതി കാണുന്നവർ, നിങ്ങൾക്ക് ഞാൻ എന്ത് നല്ല വീഡിയോസൊക്കെയാണ് പറഞ്ഞു തരുന്നത്. നിങ്ങൾ തന്നെ എൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, ശുഭേ ബ്യൂട്ടി പാർലറിൻ്റെ അകം പോലും കാണാത്ത ഞങ്ങൾക്ക് വീട്ടിൽ തന്നെ ഇരുന്ന വീട്ടിലെ സാധനങ്ങൾ വെച്ച് യാതൊരു ചിലവുമില്ലാതെ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്ന വീഡിയോസൊക്കെ എത്ര നന്നായി. നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ എല്ലാവരും ഫേഷ്യൽ ചെയ്യുന്നു, ഏത് ഫേഷ്യലാണ് ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ നിങ്ങളുടെ മുഖത്തെ കറുത്തപാടുകൾ മാറി, അത് മാറി, ഇത് മാറി, മുഖം നല്ല ഗ്ലോ വന്നു, മുഖത്ത് നല്ല സൗന്ദര്യമായി. കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി പറഞ്ഞാൽ, ശുഭ എൻ്റെ മുഖം ഇത്രയും മാറുമെന്ന് ഞാൻ സ്വപ്നത്തിൽ ഓർത്തില്ലെന്ന്. ഹസ്ബൻഡാണെങ്കിലും എൻ്റെ വീഡിയോസ് എല്ലാം കാണും എന്നൊക്കെ നിങ്ങളെല്ലാവരും പറയുന്നില്ലേ. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോടും ഫാമിലിയോടും എല്ലാം പറഞ്ഞ് എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യിക്കണം കേട്ടോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടേ കാണാവൂ. അപ്പോൾ ഞാൻ എന്നും വീഡിയോയിൽ പറയാൻ ഞാൻ വിട്ടുപോയാൽ നിങ്ങളത് ഓർത്തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും കേട്ടോ. കാണുന്ന എല്ലാവരും ഫാമിലിയോടും പറഞ്ഞിട്ടും എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് പെട്ടെന്ന് തന്നെ 1K ആകണം, അതിന് വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഒന്ന് ആലോചിക്കുമ്പോൾ ഞാൻ ഓർക്കും, ദൈവം എത്ര പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എന്നെ ഇഷ്ടമാണെന്ന് എൻ്റെ അടുത്ത് പറയുന്ന എത്രയോ ആൾക്കാരുണ്ട് വാട്സപ്പിൽ വന്ന്, ഇല്ലേ, നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഫാമിലിയോടും റിലേറ്റീവ്സിൻ്റെ അടുത്തും ഇങ്ങനെ നെയ്ബേഴ്സിൻ്റെ അടുത്തും എല്ലാവരോടും ഒക്കെ ഒന്ന് പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം കേട്ടോ. എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ എല്ലാവരും ചെയ്യണം കേട്ടോ. ഞാൻ നോക്കും ഒരാഴ്ച കൊണ്ട് എനിക്ക് എത്ര സബ്സ്ക്രൈബ് കൂടിയിട്ടുണ്ടെന്ന് ഞാൻ നോക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ മുഖസൗന്ദര്യം ഒന്ന് കൂട്ടാനുള്ള ഒരു പായ്ക്കാണ് കേട്ടോ. അപ്പം മുഖസൗന്ദര്യം കൂട്ടുക എന്ന് പറയുമ്പോൾ അതിനകത്തെ ഒരു പ്രധാന ഘടകം എന്താണ്? മുഖത്ത് പാടുകളൊന്നുമില്ല, മുഖത്തെ കറുപ്പെല്ലാം മാറി, മുഖത്തെ ഡ്രൈനസ് മാറിയാൽ മാത്രമേ മുഖത്ത് ഗ്ലോ വരത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് വരണം. അപ്പം നമ്മുടെ ഓയിൽ കൊണ്ടുപോയി തേച്ച് എല്ലാവരും നല്ല ഇതായെന്ന് എനിക്കറിയാം. എൻ്റെ ആൻറ്റി ഇല്ലേ, എൻ്റെ അമ്മയുടെ അനിയത്തി, എൻ്റെ ആൻറ്റി നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ എപ്പോഴും പറയുന്നത്, ആൻറ്റി കഴിഞ്ഞ ദിവസം പെൻഷനായവരുടെ സമ്മേളനം ഉണ്ടായി, പെൻഷനേഴ്സിൻ്റെ സമ്മേളനം ഉണ്ടായിരുന്നു ട്രിവാൻഡ്രത്ത്. അപ്പോൾ ആൻറ്റി പോയപ്പോൾ ആൻറ്റിയുടെ ഫ്രണ്ട്സൊക്കെ ചോദിച്ചെന്ന് പറഞ്ഞു, മുഖത്ത് ഏത് ഫേഷ്യലാണ് ചെയ്തതെന്ന് ചോദിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ അത്രയ്ക്ക് മുഖം നല്ല ഭംഗിയായി, നല്ല ഗ്ലോ വന്നിട്ടുണ്ടെന്ന് ചുരുക്കം, നല്ല കളറും വന്നിട്ടുണ്ട്. ആൻറ്റിക്ക് കളറുണ്ട് എങ്കിലും ചെറിയ കരിമങ്കല്യം പോലൊക്കെ മൂക്കിൻ്റെ അവിടെയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്, മുഖത്തിന് നല്ല കളർ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ആയിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഒത്തിരി ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ, ഉണ്ട്, പറഞ്ഞവർക്കെല്ലാം അറിയാം. ഒത്തിരി ആൾക്കാർ ഇതേപോലെ ആൻറ്റി പറഞ്ഞ പോലെ തന്നെ ഇതേപോലെ എല്ലാവരും കറുത്തപാട് മാറി, കറുത്ത കുത്തുകൾ മാറി, കരിമങ്കല്യം കുറഞ്ഞു വരുന്നുണ്ട്, പാലുണ്ണിന് ശേഷം മാറുന്നുണ്ട് എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ മുഖസൗന്ദര്യം എന്ന് പറയുന്നത് അതൊക്കെ തന്നെയാണ്. എങ്കിലും നമുക്ക് ഒന്നുകൂടി ഓയിലെന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ഓയിൽ തേച്ച് അരമണിക്കൂർ കഴിഞ്ഞ് മസാജ് ചെയ്ത് കളയുക ചെയ്യുന്നത്. അതുപോലെ തന്നെ മുഖസൗന്ദര്യം കൂട്ടാനും, ബ്ലാക്ക് ഹെഡ്സ് ഉണ്ടാകുന്നതൊക്കെ മാറാനും, വൈറ്റ് ഹെഡ്സ് നിശേഷം തൂത്ത് കളയാനും എല്ലാം പറ്റിയ ദിവസവും ചെയ്യാവുന്ന ഒരു പായ്ക്കാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ കാണിച്ചു തരാത്തതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? എൻ്റെ സ്കിന്നെന്ന് പറയാൻ പല പ്രാവശ്യം നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഡ്രൈ ടു നോർമൽ സ്കിന്നാണ്. അപ്പം ഓയിലി സ്കിന്നുകാർ മുൾട്ടാണി മുൾട്ടി ഇടുന്നത് വേറെ തരത്തിലാണ്, ഡ്രൈ സ്കിന്നുകാർ മുൾട്ടാണി മുൾട്ടി ഇടുന്നത് വേറെ തരത്തിലാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ മുഖത്തെ ഡ്രൈ ആക്കാൻ കഴിവുള്ളൊരു സാധനമാണ് മുൾട്ടാണി മുൾട്ടി. നമ്മൾ അരിപ്പൊടി, ഗോതമ്പ് പൊടി, റാഗിപ്പൊടി ഇങ്ങനെയുള്ള പൊടികളൊന്നും തേക്കുന്ന പോലെ അല്ല മുൾട്ടാണി മുൾട്ടി തേക്കേണ്ടത്. മുൾട്ടാണി മുൾട്ടി ഓയിലി സ്കിന്നുകാർ മുൾട്ടാണി മുൾട്ടി
എപ്പോഴും റോസ് വാട്ടറിനകത്ത് വേണം തേക്കാനായിട്ട്, റോസ് വാട്ടറിനകത്തോ അങ്ങനെയുള്ളതിനകത്ത്. അതേസമയം ഡ്രൈ ടു നോർമൽ സ്കിന്നുകാർ തക്കാളിയുടെ ചാറിനകത്ത് വേണം തേക്കാനായിട്ട്. തക്കാളി നന്നായിട്ട് നല്ലപോലെ തക്കാളി ഒന്ന് നല്ല മിക്സിയുടെ ചെറിയ ജാറിലോട്ട് തക്കാളി നല്ലതുപോലെ അടിച്ചെടുത്തതിന് ശേഷം നല്ല ജ്യൂസി ആക്കിയിട്ട് മുൾട്ടാണി മിട്ടിക്കകത്തോട്ട് ഒഴിച്ചിട്ട് നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് മുഖം നിറച്ച് നമുക്ക് തേച്ച് വയ്ക്കാം. മുഖം മുഴുവൻ തേച്ചിട്ട് 10 മിനിറ്റ്, മുൾട്ടാണി മുട്ടി 15 മിനിറ്റിനിപ്പുറം എന്തായാലും വാഷ് ചെയ്ത് കളയണം കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഡ്രൈ ടു നോർമൽ സ്കിന്നുകാർ ചെയ്യുന്നത്. ഓയിലി സ്കിന്നുകാർ റോസ് വാട്ടറിനകത്ത് വേണം ചെയ്യാനായിട്ട്. അവർക്ക് പാലോ തൈരോ ഒന്നും അതിൻ്റെ കൂടെ ചേർത്ത് ചെയ്യരുത്, റോസ് വാട്ടറിനകത്ത് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വ്യത്യാസമുണ്ട്. പിന്നെ ഓയിലി സ്കിന്നുകാർ ഞാൻ ഇന്നലെ പറഞ്ഞതാണ്, എങ്കിലും ഞാൻ എടുത്തൊന്ന് പറയുവാണ്. ഓയിലി സ്കിന്നുകാർ ഉറപ്പായിട്ടും നമ്മുടെ ഓയിൽ തേക്കുന്നവർ കടലമാവിനകത്ത് വേണം ചെറു ചൂടുവെള്ളത്തിൽ, വലിയ ചൂടൊന്നും ആക്കണ്ട വെള്ളം, ഒരു ചെറിയ ചൂടുവെള്ളത്തിൽ വേണം കടലമാവിട്ട് വേണം മുഖം കഴുകാനായിട്ട്. പിന്നെ ഡ്രൈ ടു നോർമൽ സ്കിന്നുകാർ, എൻ്റെ സ്കിന്നൊക്കെ ഉള്ളവർ മസ്റ്റായിട്ടും പയർ പൊടി ഇട്ട് വേണം കഴുകാനായിട്ട്. അപ്പോൾ അത് ചിലരൊക്കെ ഇങ്ങനെ വീണ്ടും നമ്മുടെ വാട്സപ്പിൽ വന്ന് ചോദിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത്. പിന്നെ ഇപ്പം നമ്മുടെ പായ്ക്കിൻ്റെ കാര്യം മനസ്സിലായല്ലോ. മുൾട്ടാണി മുട്ടി എന്ന് പറയുന്നത് ഒരു തരം മണ്ണാണ്. അത് പക്ഷേ നമ്മുടെ സ്കിന്നിന് നല്ല ഒരു ഇതാണ്. നമ്മുടെ കയ്യേലും ഒക്കെ തേച്ച് കൊടുക്കാം കേട്ടോ മുൾട്ടാണി മുട്ടി. കയ്യേലും നമ്മുടെ കഴുത്തിൻ്റെ കറുപ്പ് മാറാനും ഒക്കെ മുൾട്ടാണി മുട്ടി സൂപ്പറാണ് കേട്ടോ. അത് പക്ഷേ എടുക്കേണ്ട വിധം മനസ്സിലായിരിക്കണം. മുൾട്ടാണി മുട്ടി എപ്പോഴും ഡ്രൈ സ്കിന്നുകാർക്ക് ഒന്നുകൂടെ സ്കിന്നിനെ ഡ്രൈ ആക്കും. അതുകൊണ്ടാണ് തക്കാളി നീരിനകത്ത് എപ്പോഴും മുൾട്ടാണി മുട്ടി ഇടാവൂ എന്ന് പറയുന്നത്. പിന്നെ വേറൊരു പായ്ക്കുണ്ട് കേട്ടോ. മുൾട്ടാണി മുട്ടിയും ഓറഞ്ച് പീൽ പൗഡറും ഒരു സ്വല്പം കസ്തൂരി മഞ്ഞളും കൂടെ നല്ലതുപോലെ പാലിനകത്ത് നല്ലപോലെ മിക്സ് ചെയ്ത്, ഞാനിത് കാണിച്ചിട്ടുള്ളതാണോ എന്ന് എനിക്കറിയില്ല, എന്നാലും നല്ല സൂപ്പറാണ് കേട്ടോ. നമ്മുടെ മുഖം നല്ല കഴുത്തിലും മുഖത്തിലും എല്ലാം ചേർത്തങ്ങ് ഇട്ട് കൊടുക്കുവാണെങ്കിൽ നല്ല സുന്ദരമാകും മുഖം. പിന്നെ മുൾട്ടാണി മുട്ടി ഈ പറഞ്ഞ പോലെ നമ്മൾ എന്നും ചെയ്യുമ്പോൾ കുറച്ചൊരു ഡ്രൈനെസ് വരുന്ന പോലെ നമുക്ക് തോന്നും. അതുകൊണ്ട് മുൾട്ടാണി മുട്ടിയുടെ പായ്ക്കിട്ട ഉടനെ നമ്മൾ ഇന്നലെ കാണിച്ച പോലെ ചെറിയ ഒരു അലോവേരയുടെ കഷ്ണം എടുത്തിട്ട് മുഖം അപ്പോൾ തന്നെ ഒന്ന് വാഷ് ചെയ്ത് നല്ലപോലെ മോയ്സ്ചറൈസർ കിട്ടണം നമ്മുടെ മുഖത്ത്. എന്താണെന്ന് വെച്ചാൽ മുൾട്ടാണി മുട്ടി ഇച്ചിരി സ്കിന്നിനെ ഡ്രൈ ആക്കും. അതുകൊണ്ടാണ് ഓയിലി സ്കിന്നുകാർക്കാണ് മുൾട്ടാണി മുട്ടി ഏറ്റവും നല്ലത്. നമ്മൾ ഡ്രൈ സ്കിന്നുള്ളവരും മുൾട്ടാണി മുട്ടി ഇട്ടാൽ നമുക്ക് അപ്പോൾ തന്നെ അതിൻ്റെ ഒരു വ്യത്യാസം അറിയാൻ പറ്റും. നല്ലൊരു ബ്രൈറ്റ്നസ് മുഖത്തുണ്ടാകും. അതൊക്കെ ശരിയാണ്. എങ്കിലും ഓയിലി സ്കിന്നുകാർക്കാണ്, ഓയിലി സ്കിന്നുകാർ എല്ലാ ദിവസവും ഡ്രൈ സ്കിന്നുകാർക്കും ഇടാം. പക്ഷേ ഇതുപോലെ തക്കാളിയുടെ നീരിനകത്തോ അങ്ങനെയൊക്കെ വേണം ഇട്ട് കൊടുക്കാൻ കേട്ടോ. പിന്നെന്താണ് വിശേഷം? ഇന്നത്തെ പായ്ക്ക് മുൾട്ടാണി മുട്ടി അങ്ങനെ നിസ്സാരമാണെന്നോർത്ത് ആരും തള്ളി വിടരുത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ മുൾട്ടാണി മുട്ടി അത്ര ഗുണമുള്ളൊരു നല്ല മുഖത്ത് നല്ലൊരു ഗ്ലോ വരും, നല്ലൊരു വെട്ടം വരും. അപ്പോൾ നമുക്ക് നമ്മുടെ മുഖത്തേക്ക് ഇങ്ങനെ നല്ലൊരു അട്രാക്ഷൻ, എന്താ പറയുന്നത്, മുഖം നല്ലൊരു തെളിച്ചം വരും മുഖത്ത് കേട്ടോ. മുൾട്ടാണി മുട്ടിയും ഈ റോസ് വാട്ടറിനകത്താണ് മുൾട്ടാണി മുട്ടി ഇട്ട് കൊടുക്കേണ്ടത്. ഓയിലി സ്കിന്നുകാർ, ഡ്രൈ സ്കിന്നുകാർ തക്കാളിയുടെ അകത്ത് അത് മറക്കരുത്. അത് നമ്മൾ തേച്ച് കൊടുത്താൽ ഡ്രൈ സ്കിന്നുകാർക്ക് ഒന്നുകൂടെ മുഖം ഡ്രൈ ആയതുപോലെ തോന്നും കേട്ടോ. അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ ഓയിലി സ്കിന്നുകാരാണെങ്കിലും ഡ്രൈ സ്കിന്നുകാരാണെങ്കിലും കുറച്ച് അലോവേരയുടെ ഒരു ചെറിയ പീസ് എടുത്ത് മുഖം നിറച്ചൊന്ന് തേച്ച് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് എന്നിട്ടൊരു 10 മിനിറ്റോ 15 മിനിറ്റോ കഴിഞ്ഞ് കഴുകിക്കളയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈ ഒരു കാര്യം പറയാനായിട്ടാണ് ഞാൻ വന്നത്. അപ്പം ഡ്രൈ സ്കിന്നുകാരുടെയും ഓയിലി സ്കിന്നുകാരുടെയും മുഖത്ത് പറയുന്നത് കൊണ്ടാണ് ഞാൻ ഒന്ന് വിട്ട് കാണിക്കാൻ എൻ്റെ മുഖത്ത് കേട്ടോ. പിന്നെ എന്താ വിശേഷം? പിന്നെ ഓയിൽ കിട്ടാത്തവർ ആർക്കെങ്കിലും കിട്ടാതെ ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ വരണം കേട്ടോ. പിന്നെ ഒരു ജൂലൈ 27, 24, 25, 26 അങ്ങനെ ഒരു 2-3 പേരുടെ മിസ്സായി പോയായിരുന്നു. അത് ഇന്ന് ഞാൻ ഓർത്ത് എല്ലാവരുടെയും നോക്കി വിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ആരും വിഷമിക്കരുത്. ഓയിൽ കിട്ടിയില്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും എത്ര ദിവസം കഴിഞ്ഞാണേലും നിങ്ങൾ കിട്ടിയില്ല എന്നൊന്ന് പറഞ്ഞാൽ മതി, ഞാൻ ഉടനെ ഇട്ടിരിക്കും. പിന്നെ ഇട്ടിട്ടും കിട്ടാത്തവരുടെ ഉണ്ടെങ്കിൽ ഞാൻ കൊറിയർ ഓഫീസിൽ വിളിച്ച് അന്വേഷിക്കുന്നതായിരിക്കും.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പം ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ ആണ്, എങ്കിലും നല്ല എഫക്റ്റ് ഉള്ള ഒരു ഇതാകട്ടോ. അപ്പോൾ മുൾട്ടാണി മിൾട്ടി ആരും അങ്ങനെ ഒരു ഒരു നമ്മുടെ ആർക്കും അങ്ങനെ അറിയാൻ പാടില്ലാത്തവർക്ക്, മുൾട്ടാണി മിൾട്ടി എന്താണെന്നൊന്നും അറിയാൻ പാടില്ലാത്തവർക്ക് അത് തീരെ ഒരു കുറഞ്ഞ ഒരു ഇതല്ല കേട്ടോ. സൗന്ദര്യം കൂട്ടാനും സ്കിന്നിനെ ബ്രൈറ്റ് ആക്കാനും ഒക്കെയുള്ള നല്ല ഒരു മണ്ണാണിത് ശരിക്കും മുൾട്ടാണി മിൾട്ടി എന്ന് പറയുന്ന സാധനം. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും അത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ മുൾട്ടാണി മിൾട്ടിയും കൊണ്ട് വേറെ മുൻപ് ഓരോന്നൊക്കെ ഇട്ട് കാണിച്ചിട്ടുണ്ട്, എങ്കിലും ഇത് ഒന്ന് ഇട്ട് നോക്കണം കേട്ടോ. നമ്മുടെ ഓയിലൊക്കെ സ്ഥിരം തേക്കുന്നവർ ഇടയ്ക്കിടയ്ക്ക് ഇടാൻ പറ്റിയ ഒരു സാധനമാണ് കേട്ടോ മുൾട്ടാണി മിൾട്ടി. കൂടുതലും ഇങ്ങനെ ആർക്കെങ്കിലും കുരുവോ എന്തെങ്കിലും ഉണ്ടായാൽ ഇടയ്ക്ക് മുൾട്ടാണി മിൾട്ടിയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കണം, റോസ് വാട്ടറിനകത്ത് കേട്ടോ. അപ്പോൾ നമുക്ക് മുഖത്ത് ഉണ്ടാകുന്ന എന്താ പറയുന്ന കുരുക്കളൊന്നും ഉണ്ടാകത്തില്ല. മുൾട്ടാണി മിൾട്ടി എന്ന് പറയുന്ന സാധനം കൂടുതലും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പീരിയഡ്സ് ടൈമിലൊക്കെ കാരയും കുരുവൊക്കെ വരുന്നവർ ഒരാഴ്ച മുമ്പ് ഇതൊന്ന് തേച്ച് നോക്കിക്കേ. അപ്പോൾ പിന്നെ ആ കുരുവും കാരയും ഒന്നും വരത്തില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ടാറ്റാ.